പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് കോഴ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. ഒരു മനുഷ്യ ശരീരത്തിന് ആദ്യമുണ്ടാകുന്ന അപകടം രോഗം, കഫസംബന്ധമായ രോഗങ്ങളാണ്. ആ കഫം കെട്ടിക്കിടന്ന് അവയവങ്ങളുടെ പ്രവർത്തനം അസാധ്യമാകുന്ന അല്ലെങ്കിൽ ദുഷ്കരമാകുന്ന ഒരന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ശ്വസനം ശരിയല്ലാതെ വരുന്നു. തുമ്മലും ചുമയും മൂക്ക് ചീറ്റലും ജലദോഷമെന്ന് വിളിക്കുന്ന പ്രയാസങ്ങളുണ്ടാകുന്നു. വീണ്ടും അതിനെല്ലാം മരുന്ന് കഴിച്ചാൽ കഫമെല്ലാം കെട്ടിക്കിടന്ന് ആസ്തുമയുണ്ടാകുന്നു, അലർജി ഉണ്ടാകുന്നു. ഒരു കുട്ടിയെ നോക്കുക, കുട്ടിയുടെ ആദ്യത്തെ രോഗം നല്ലൊരു ശതമാനവും കഫത്തിൻ്റെ പ്രയാസങ്ങൾ തന്നെയാണ്. അതൊന്ന് മൂർച്ഛിച്ചു കഴിഞ്ഞാലാണ് പനിയുണ്ടാകുക. സാധാരണയായി കഫം കൂടിക്കഴിയുമ്പോഴും പനി വരുമ്പോഴും മാതാപിതാക്കൾ ആകെ ഭയക്കുന്നു. കുട്ടിക്ക് എന്തെങ്കിലും അപകടം വരുമോ, കുട്ടി ചത്തുപോകുമോ എന്ന് ഭയപ്പെടുന്നു. എടുത്തുകൊണ്ട് നേരെ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടുന്നു. കഫത്തിന് മരുന്ന്, പനിക്ക് മരുന്ന് വിജയകരമായി വളരെ ഫലപ്രദമായി തന്നെ കഫത്തിൻ്റെ പ്രയാസങ്ങളെ നിർത്തിത്തരും, പനി കുറച്ചു തരും. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അതൊക്കെ നടക്കും. പക്ഷേ അത് വലിയൊരു അപകടമാണ് എന്ന് സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. കുട്ടിയുടെ കഫത്തിൻ്റെ പ്രയാസത്തെ, ജലദോഷത്തെ മരുന്നുകൊണ്ട് അമർത്തിക്കഴിയുമ്പോൾ കെട്ടിക്കിടക്കാനിടയാകുന്ന കഫം തലവേദനയുണ്ടാക്കും, സൈനസൈറ്റിസ് ഉണ്ടാക്കും, അലർജി ഉണ്ടാക്കും, ആസ്തമയും മറ്റു പ്രയാസങ്ങളുമായി മാറുകയും ചെയ്യും. പനി കഫത്തെ കത്തിച്ച് കളയാൻ വാക്സിനായിട്ടും മരുന്നായിട്ടുമെല്ലാം കുട്ടിയുടെ കുഞ്ഞു ശരീരത്തിലേക്ക് കടക്കുന്ന വിഷാംശങ്ങളെ കത്തിച്ച് കളയാൻ ശരീരം ചൂടുകൂട്ടുന്നതാണ്. ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുടെ തെർമോ റെഗുലേറ്ററി ഫങ്ഷനാണ് പനി. പനി ഒരു അപകടമേ അല്ല. കഫം ഉള്ളിൽ തന്നെ കിടക്കണോ അത് പുറത്തു പോകണമോ? കഫം ഉള്ളിൽ തന്നെ കിടക്കേണ്ട ദിവ്യവസ്തുവാണെങ്കിൽ ജലദോഷം അപകടമാണ്. അതല്ല, കഫം പുറത്തുപോയി ശരീരത്തിലെ അവയവങ്ങളും കോശങ്ങളും ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ജലദോഷം എന്നുള്ളത് അനുഗ്രഹമാണ്. അതേപോലെ തന്നെ ചൂട് കൂട്ടുന്ന ആവശ്യകത എന്താണ്? ശരീരം ചൂട് കൂട്ടുന്നത് ആവശ്യമുള്ളത് കൊണ്ടാണ്. നാം മനഃപൂർവ്വം ആ ചൂട് കുറപ്പിച്ചാൽ ശരീരം കൂടുതൽ അപകടത്തിലേക്കാണ് വീഴുക. ഇപ്പോൾ പനിക്കും ജലദോഷത്തിനും മരുന്ന് ചെയ്യുന്നതോടെ ശരീരം അപകടത്തിലാകും. പനിക്ക് മരുന്ന് ചെയ്ത് പനിയെ പറഞ്ഞയക്കുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടക്കാനിടയാകുന്ന വിഷാംശങ്ങൾ കരളിനെ ദ്രോഹിക്കും, വൃക്കയ്ക്ക് നാശമുണ്ടാക്കും, ദഹനേന്ദ്രിയങ്ങളെ ദുർബലമാക്കും, കോശങ്ങളുടെ പ്രവർത്തനത്തിൽ മൊത്തം താളപ്പിഴകളുണ്ടാക്കും. ഭാവിയിൽ 5-10 കൊല്ലം കൊണ്ട് ശരീരം നശിക്കും. മാരകമായ രോഗങ്ങളിലേക്ക്, ബാലപ്രമേഹം തുടങ്ങിയിട്ടുള്ള നിരവധി രോഗങ്ങളിലേക്ക്, അങ്ങ് ക്യാൻസർ വരെ എത്തിച്ചേരാനിടയാകും. ഇപ്പോൾ കഫം തടഞ്ഞു വയ്ക്കാനും അമർത്തി വയ്ക്കാനും മരുന്നുണ്ട്, പനി കുറപ്പിക്കാനും മരുന്നുണ്ട്. പക്ഷേ ആ മരുന്നുകളുടെ ദോഷഫലമായി ആ മരുന്നുകൾ പ്രയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തകരാറുകൾക്ക് പിന്നെ അലോപ്പതിയിൽ മരുന്നില്ല. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഗതികേടിലേക്കാണ് ആസ്തമയും അലർജിയും ആർത്രൈറ്റിസും ഓസ്റ്റിയോപൊറോസിസും കിഡ്നി തകരാറും ലിവർ തകരാറും ഹൃദയ തകരാറുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ശരീരത്തിനുണ്ടാകുന്നത്. അതുകൊണ്ട് തെറ്റായ ഭക്ഷണങ്ങളിലൂടെയാണ് ഒരു കുഞ്ഞു ശരീരം കഫജന്യമായ രോഗങ്ങളിലേക്ക് വീഴുന്നത്. തെറ്റായ ഭക്ഷണപാനീയങ്ങൾ, അത് ഗർഭസ്ഥ ശിശുവിൻ്റെ അമ്മ ഗർഭിണി കഴിക്കുന്ന തെറ്റായ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റായ രക്തം, pH തെറ്റിക്കിടക്കുന്ന രക്തത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് അതിനാവശ്യമുള്ള ജീവവായുവും ജീവരക്തവും ജീവഭക്ഷണവും ശേഖരിക്കുന്നതെങ്കിൽ എങ്ങനെ നന്നാവാനാണ്? അതുകൊണ്ട്
ചെറുപ്പക്കാർ വിവാഹിതരായി കഴിഞ്ഞാൽ എങ്കിലും ഒരു വിത്ത് തേങ്ങയുടെ പരിശുദ്ധി അവർ പാലിക്കണം. ഒരു വർഷമെങ്കിലും നല്ല ഭക്ഷണപാനീയങ്ങൾ മാത്രം കഴിച്ച്, നല്ല വെള്ളം മാത്രം കുടിച്ച്, നല്ല വായു നന്നായി ശ്വസിച്ച്, ശരീരം ദുരുപയോഗിക്കാതെ നേരത്തെ കാലത്തെ കിടന്നുറങ്ങി ആരോഗ്യത്തെ തകർക്കുന്ന മാനസികവും ശാരീരികവുമായ വ്യാപാരങ്ങളിൽ ഏർപ്പെടാതെ അവർ വിത്ത് തേങ്ങയുടെ, അല്ലെങ്കിൽ വിത്ത് കാളയുടെ, വിത്ത് പശുവിൻ്റെ പരിശുദ്ധി പാലിക്കണം. അങ്ങനെ ഒരു കുഞ്ഞിനു വേണ്ടി ഒരുങ്ങണം. ഗർഭസമയം ടെൻഷൻ അടിക്കാതെ, വൈരാഗ്യങ്ങളിൽ ഏർപ്പെടാതെ, മാനസികമായ സ്വസ്ഥതയിലേക്ക് ചിന്താവിഷയങ്ങൾ ഒഴിവാക്കി നല്ല വായുവും നല്ല വെള്ളവും നല്ല ഭക്ഷണവും മാന്യമായ അധ്വാനവും ശരിയായ വിശ്രമവുമായി അവർ ഗർഭകാലം വളരെ ജാഗ്രതയോടെ കഴിക്കണം. പ്രസവാനന്തരം കഴിയുന്നതും ഇവരാരും മരുന്ന് കഴിക്കരുത്. നാടൻ മരുന്ന് പ്രയോഗങ്ങളുണ്ട്, ബ്രാൻഡി, വിസ്കി. ഒരിക്കലും ഗർഭിണികൾ ഇതൊന്നും ഉപയോഗിക്കരുത്. പിന്നെ എന്താണ് പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിനുള്ള നല്ല ഇരിപ്പ് മരുന്നുകൾ കൊടുക്കും. അങ്ങനെയുള്ള ഈ ഇടിച്ചു കൂട്ടിയുള്ള മരുന്നുകളൊന്നും തന്നെ ഗർഭിണികൾ കഴിക്കരുത്. അതേപോലെ നിങ്ങളുടെ കുട്ടിക്ക് വാക്സിൻ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് വിവേകത്തോടെ വാക്സിൻ എന്താണ് എന്ന് പഠിച്ചിട്ട് തീരുമാനിക്കണം. എന്തുകൊണ്ട് അമേരിക്കയിൽ ഒരു വാക്സിൻ കോടതിയുണ്ട് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം. $400 കോടി നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് വാക്സിൻ എടുത്ത കുട്ടികൾക്കുണ്ടായ അപകടങ്ങൾക്ക്. എന്തെല്ലാമാണ് വാക്സിനിലുള്ളത്? അലൂമിനിയം ഹൈഡ്രേറ്റ്, അലൂമിനിയം സൾഫേറ്റ് ഒക്കെ ഉണ്ടോ? ഫോമലിൻ ഉണ്ടോ? ഫോമൽഡിഹൈഡ് ഉണ്ടോ? മെർക്കുറി ഉണ്ടോ? ഇതെല്ലാം പഠിക്കണം. നെറ്റിൽ നോക്കിയാൽ അറിയാമല്ലോ. എന്നിട്ടൊരു തീരുമാനമെടുക്കണം. ഒരു മരുന്നും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കരുത്. 2 വയസ്സുവരെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുക. അച്ചാറ് ദഹിച്ചുണ്ടായ രക്തമജ്ജ മാംസാദികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അച്ചാറ് മുലപ്പാൽ കൊടുക്കരുത്. പഴങ്ങളിൽ കരിക്കൻ വെള്ളത്തിൽ നിന്നെല്ലാം നല്ല ശുദ്ധമായ പാചകം ചെയ്ത് 2 മണിക്കൂർ തികയാത്ത ചോറിൽ നിന്നുള്ള, കറികളിൽ നിന്നുള്ള നല്ല രക്തമജ്ജ മാംസാദികളുണ്ടായി അതിൽ നിന്നുണ്ടാകുന്ന മുലപ്പാൽ കൊടുക്കണം. 2 വയസ്സുവരെ കുട്ടികൾക്ക് അമ്മയുടെ മുലപ്പാലാണ് ആവശ്യം. അതിനു മുമ്പേ പല്ലുകളൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മുലപ്പാൽ കുറയുകയാണെങ്കിൽ കരിക്കൻ വെള്ളം കൊടുക്കാം, ഓറഞ്ച് നീര് കൊടുക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു 1.5 വയസ്സൊക്കെ ആയി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂവപ്പൊടിയോ റാഗിപ്പൊടിയോ കൊടുക്കാം. പാക്കറ്റുകളിൽ കിട്ടുന്ന, ടിന്നുകളിൽ വരുന്ന ബേബി ഫുഡുകൾ കുട്ടി കൊലയാളികളാണ്, കൊടുക്കരുത്. പശുവിൻ്റെ പാല് കുടിപ്പിക്കാൻ നിങ്ങളുടെ കുട്ടി പശുവിൻ്റെ കുട്ടി അല്ലല്ലോ. പശുവിൻ്റെ കുട്ടിക്ക് പശുവിൻ പാൽ, ആട്ടിൻകുട്ടിക്ക് ആടിൻ്റെ പാല്, പുലിയുടെ പാല് കുടിക്കുന്ന കുട്ടി പുലിക്കുട്ടി, പൂച്ചയുടെ പാല് കുടിക്കുന്ന കുട്ടി പൂച്ചക്കുട്ടി, മനുഷ്യൻ്റെ പാല് കുടിക്കുന്ന കുട്ടി മനുഷ്യക്കുട്ടി. മനുഷ്യക്കുട്ടി പോയി പശുവിൻ്റെ പാല് കുടിച്ച ആ കുട്ടി എന്തു കുട്ടിയാകും? അതുകൊണ്ട് ചേരുംപടി ചേരണം. ഓരോ ജീവിയുടെയും ശാരീരിക പ്രത്യേകതകൾക്കനുസരിച്ചാണ് പാല്. നിങ്ങളുടെ കുട്ടികൾക്ക് മൃഗപ്പാല് കൊടുക്കരുത്. ഒരു നിവൃത്തിയില്ല എങ്കിൽ മാത്രം വിശ്വാസമുള്ള ഒരു പശുവിൻ്റെ പാല്, അതിനേക്കാൾ നല്ലത് ആടിൻ്റെ പാലായിരിക്കും. വേറെ നിവൃത്തിയൊന്നുമില്ല എങ്കിൽ ചെയ്യാനായിട്ട് അല്പം തേങ്ങാപ്പാൽ വരെ കൊടുക്കാം. തുടർന്ന് വേവിച്ച ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു ഭക്ഷണം കഴിച്ച് ദഹിച്ചു തീരുന്നതിന് മുമ്പ് മറ്റൊരു ഭക്ഷണം കഴിക്കരുത്. കഴിച്ചാൽ കഫം കൂടാനിടയാകും. രാത്രി ഒരു 8 മണിക്ക് ശേഷം ഭക്ഷണം വേണ്ട എന്ന് വയ്ക്കുക. 8 മണിക്ക് ശേഷമൊക്കെ കഴിക്കുന്ന ഭക്ഷണവും കഫമുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. അതേപോലെ പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിക്കരുത്. അലൂമിനിയം, ഹിൻഡാലിയൻ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങളും കഴിക്കരുത്. അച്ചാറ്, പപ്പടം തുടങ്ങി വറുത്ത് മൊരിച്ച സാധനങ്ങളെല്ലാം ഒഴിവാക്കണം. ആനിമൽ പ്രോട്ടീൻ കംപ്ലീറ്റായിട്ട് ഒഴിവാക്ക്. പാല്, തൈര്, മോര് തുടങ്ങി ഇറച്ചിയും മീനും മുട്ടയും എല്ലാം ഒന്ന് ഒഴിവാക്കി ശുദ്ധമായ പ്രകൃതി ആഹാരത്തിലേക്കൊന്ന് വന്നു നോക്കുക. കഫജന്യമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ജലദോഷമോ
കഫസംബന്ധമായ രോഗങ്ങളോ ഉള്ളവർ ഏതാനും ദിവസം പഴങ്ങൾ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഏതാനും ദിവസം ജ്യൂസ് മാത്രം കുടിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ പഴങ്ങൾ മാത്രം കഴിക്കുക. പിന്നീട് ഒരു നേരം വേവിച്ചതും മറ്റു നേരങ്ങളിൽ പഴങ്ങളിലേക്ക് വരിക. കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞാൽ 2 നേരം വേവിച്ചത് കഴിക്കാം. 3-ാമത്തെ നേരം ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് വേവിക്കാത്തതായിരിക്കണം. പഴങ്ങളോ വേവിക്കാത്ത പച്ചക്കറികളോ കരിക്കോ തേങ്ങയോ പച്ചവെള്ളമോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ കഫസംബന്ധമായ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയൽവക്കക്കാർക്കുമെല്ലാം ഉപകാരപ്രദമാകാൻ വേണ്ടി കഴിയുന്നത്ര ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നേച്ചർ ലൈഫ് TV യൂട്യൂബ് ചാനലിലൂടെ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻസുകൾ എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതനുസരിച്ച് കൂടുതൽ പരിപാടികൾ ചിട്ടപ്പെടുത്താൻ ഞങ്ങളെ അത് സഹായിക്കും. നേച്ചർ ലൈഫിൻ്റെ ഹീലിംഗ് ഫുഡ്സ് TVയും അതേപോലെ ഗാന്ധി പീസ് ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന ഗാന്ധി TVയും കൂടെ കാണുക. നന്ദി, നമസ്കാരം.